CPIഎമ്മിനെ വെട്ടിലാക്കിയ മന്ത്രി സജി ചെറിയാനെതിരെ ഗുരുതര ആരോപണവുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് നടത്തിയ ടീ പാർട്ടിയിൽ സജി ചെറിയാനും പങ്കാളിയാണ് എന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. പാർട്ടിയിലുള്ള തന്നോട് പാർട്ടിയോട് ചേർന്നു പോകാൻ പറഞ്ഞതിന് സജി ചെറിയാനെതിരെ നടപടിയെടുക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ടയെന്നും അമ്പലപ്പുഴയിൽ എങ്ങനെ ജയിക്കാനാണ് എന്നും ജി സുധാകരൻ ചോദിച്ചു. AK ബാലനെയും ജി സുധാകരൻ വിമർശിച്ചു. ജി സുധാകരന്റെ പ്രതികരണങ്ങളിലേക്ക്. എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ് പടക്കം വരെ പൊട്ടിച്ചു. ഇവിടെ ബ്ലോക്കിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു സഖാവ്, ഒരു സെറ്റ് അവിടെ ടീ പാർട്ടി നടത്തി പുറത്താക്കുമെന്ന് പറഞ്ഞ് അരിപ്പാട് ഒരു ഹോട്ടലിൽ വെച്ച് വേറൊരു സഖാവ്, ഇങ്ങനെ കുറച്ച് പേർ. ഇപ്പം ഇതൊക്കെയാണ് അത് കഴിഞ്ഞു. അതിനു ശേഷം മാനദണ്ഡത്തിൻ്റെ പേരിൽ ഈ സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞപ്പോൾ സർവ്വ പാർട്ടി സ്ഥാനം ഇതാണ്. സഹിച്ചറിയാനൊന്നും അറിയില്ലല്ലേ? സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം സഹിച്ചറിയാൻ. അപ്പം ഞാൻ മാറിയിട്ടില്ല, ബാലൻ മാറിയെന്നാണ് ബാലൻ പറയുന്നത്. ബാലൻ മാറിക്കോ, എനിക്ക് ബാലനെ പോലെ മാറാൻ പറ്റില്ല. ബാലൻ എന്നെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേദിയിൽ ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ച് പേരൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോസ്റ്റ് ഇടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നത് എന്തിനാണ്? അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നൽ ജി സുധാകരൻ ഉണ്ടെന്നും അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം എന്നുമായിരുന്നു AK ബാലന്റെ പ്രതികരണം. വിമർശനം ഉന്നയിക്കുമ്പോൾ ജി സുധാകരനും പാർട്ടി അച്ചടക്കം പാലിക്കണമെന്നും AK ബാലൻ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം അവഗണിക്കപ്പെടുന്നു എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ട്. അതിലെത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് പിന്നെ ഉത്തരവാദപ്പെട്ടവർ പരിശോധിക്കണം. അദ്ദേഹം സംസാരിക്കുമ്പോൾ പാർട്ടിയുടേതായ അന്തസ്സിന് നിരക്കാത്ത, അച്ചടക്കത്തിന് നിരക്കാത്ത വരമ്പുകൾക്കപ്പുറം പോകാൻ പാടില്ല. അത് ഞാൻ കുറേ മാറിയെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഘടകത്തിലായാലും പൊതുയോഗത്തിലായാലും പറയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതയോട് കൂടിയിട്ട് ഞാൻ പറയൂ. ആരെയും അപമാനിക്കുന്നതിന് ഞാൻ ശ്രമിക്കാറില്ല. അശ്വിൻ പാലാഴിയും ഒപ്പം ഷഫീദ് റാവുത്തറുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം അശ്വിനിലേക്കാണ്. അശ്വിൻ, ഈ മന്ത്രിക്കെതിരെ സജി ചെറിയാനെതിരെ ആഞ്ഞടിക്കുകയാണല്ലോ ജി സുധാകരൻ. എന്തൊക്കെ ആരോപണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? അശ്വിൻ. ഉന്മേഷ്, ആലപ്പുഴയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ജി സുധാകരനെതിരെ വലിയ സൈബർ ആക്രമണമാണ് പാർട്ടിയിലെ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പാർട്ടിയിലും പോലീസിലുമൊക്കെ ജി സുധാകരൻ പലകുറി പരാതി നൽകിയതും അതിൻ്റെ വിമർശനങ്ങളൊക്കെ തുടർന്നു പോരുന്നതുമാണ്. അതിനിടെയാണ് ഇന്നലെ ഈ വിഷയങ്ങളിലൊക്കെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരാണ് നടപടിയെടുക്കേണ്ടത്, എന്തുകൊണ്ടോ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ നടപടിയെടുക്കുന്നില്ല എന്നൊരു പരാമർശം, ഒരു പ്രതികരണം ജി സുധാകരൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതിന് പിന്നാലെ സജി ചെറിയാൻ തിരുവനന്തപുരത്ത് ഒരു പ്രതികരണം നടത്തുന്നു. ആ പ്രതികരണത്തിൽ പറഞ്ഞത് പാർട്ടിയോട് ചേർന്ന് നടക്കണം ജി സുധാകരൻ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇത് അതിന് മറുപടിയായാണ് ജി സുധാകരൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. താൻ പാർട്ടിയോട് ചേർന്ന് നടക്കണമെന്ന് പറയാൻ ഇദ്ദേഹം ആരാണ് എന്നാണ് ചോദിക്കാൻ. താൻ ഇപ്പോഴും പാർട്ടിയിൽ തന്നെയാണ്, പാർട്ടിയോട് ചേർന്ന് നടക്കുകയല്ല, പാർട്ടിക്കുള്ളിലാണ് താൻ ഇപ്പോഴും ഉള്ളത് എന്ന സജി ചെറിയാനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് സജി ചെറിയാനെതിരെ നടത്തിയിരിക്കുന്നത്. തന്നോട് കളിക്കാൻ വരരുതെന്നും തന്നോട് ഫൈറ്റ് ചെയ്തവരൊന്നും ഇന്നേവരെ ജയിച്ച ചരിത്രമില്ല എന്നും സജി ചെറിയാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജി സുധാകരൻ. ഒപ്പം പഴയകാലം SFIയിലൊക്കെ സജി ചെറിയാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് സജി ചെറിയാനെ സംരക്ഷിച്ചതും ഈ നിലയിൽ എത്തിച്ചതിലുമൊക്കെ തനിക്ക് വലിയ പങ്കുണ്ട് എന്ന ഭൂതകാലം കൂടി ഓർത്തെടുത്ത് അതുകൂടി സജി ചെറിയാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അതിരൂക്ഷ ആക്രമണം, അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം ഒരു കാലത്ത് ആലപ്പുഴയിൽ നടന്നിരുന്നു. അന്ന് ഇതിനെ പുറത്താക്കുന്നു എന്ന പേരിൽ ആലപ്പുഴയിൽ പലയിടങ്ങളിലും പാർട്ടികൾ നടന്നു, പടക്കം പൊട്ടിച്ചു. ഇതിലൊക്കെ സജി ചെറിയാനും ഭാഗമാണ്, ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് സജി ചെറിയാൻ എന്നുകൂടി അങ്ങനെ പല പഴയ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊന്നും പറയണമെന്ന് വെച്ചതല്ല, പക്ഷേ സജി ചെറിയാൻ എന്തുകൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെ പറയുന്നതെന്ന് അദ്ദേഹം തന്നെ ഓർമ്മിക്കണമെന്നൊക്കെ പറഞ്ഞ് അത് വലിയ താക്കീതും നൽകുന്നുണ്ട്. തന്നോട് ഇതൊന്നും പറയാൻ ഉള്ള പ്രായമോ പക്വതയോ സംസാരിക്കാനുള്ള അറിവോ സജി ചെറിയാൻ ഇല്ല എന്ന് പറയുന്നു. എന്തായാലും സജി ചെറിയാൻ ഇത്രത്തോളം ഒരു പ്രതികരണം ജി സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സജി ചെറിയാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ പാർട്ടിയെ പോലും ഞെട്ടിച്ചൊരു പ്രതികരണമായിരിക്കാം വന്നിരിക്കുന്നത്. താൻ പാർട്ടിയോട് ചേർന്ന് പോകണം, പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന പ്രസ്താവന പറഞ്ഞ സജി ചെറിയാനെതിരെ പാർട്ടി നടപടിയെടുക്കണമെന്ന് കൂടി കടന്നു പറയുകയാണ് ജി സുധാകരൻ. ഇനി എന്തായാലും നിലവിൽ ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പോര് അത് അല്ലെങ്കിൽ ഒരു അതൃപ്തിയൊക്കെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. AK ബാലൻ്റെ ഇന്നലെ
ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും പല കാര്യങ്ങളും അദ്ദേഹം ഇന്നത്തെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്ന പ്രതികരണമാണ് ഇന്ന് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഉന്മേഷ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെയും പല തലത്തിലുള്ള വാക്പോരുകളൊക്കെ ഉണ്ടായതാണ്. അതിനുശേഷം MA ബേബി CPM ജനറൽ സെക്രട്ടറി ആയ സമയത്ത് ജി സുധാകരനെ വീട്ടിലെത്തി കണ്ടതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അനനയം നീക്കം എന്നുള്ള തരത്തിൽ അതിനെയൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷെ വീണ്ടും ജി സുധാകരൻ കടന്നാക്രമിക്കുന്നു. ഇപ്പോൾ സജി ചെറിയാനെതിരെ വിമർശനം. ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ എങ്ങനെ ബാധിക്കും CPM രാഷ്ട്രീയത്തെ, ഷഫീദ്? ഉന്മേഷ, ഏതെങ്കിലും തരത്തിൽ നേതൃത്വം അവർ പ്രതീക്ഷിച്ച ഒരു വിവാദമല്ല ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ MA ബേബി നേരിട്ടെത്തിക്കണ്ട് ഒരു അനുനയ നീക്കം അക്കാര്യത്തിൽ സാധ്യമാക്കിയിരുന്നു. മാത്രമല്ല, ഈ ജി സുധാകരൻ പാർട്ടിയിൽ അവഗണന നേരിടുന്നു എന്നുള്ള കാര്യം അത് ജി സുധാകരനോടൊപ്പം ചേർന്നിരിക്കുന്ന നേതാക്കൾക്കടക്കം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അത് പാർട്ടിക്കുള്ളിൽ കാര്യമായി ചർച്ചയായ ഒരു കാര്യവും കൂടിയാണ്. അതിന് പിന്നാലെയാണ് ഈ സൈബർ അധിക്ഷേപ വിവാദം ഉണ്ടാകുന്നത്. അക്കാര്യത്തിൽ സുധാകരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സജി ചെറിയാൻ അതല്ലെങ്കിൽ CS സുജാത അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തനിക്കെതിരെ ഈ രീതിയിൽ സൈബർ അധിക്ഷേപം ഉണ്ടാകുന്ന സമയത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി അത് ജി സുധാകരൻ ഉണ്ടായിരുന്നു. അത് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമൊക്കെ ജി സുധാകരൻ പ്രകടിപ്പിച്ചതുമാണ്. അതിന് പിന്നാലെയാണ് സജി ചെറിയാൻ്റെ ഒരു പ്രതികരണം അത് ജി സുധാകരനെ കാര്യമായി പ്രൊവോക്ക് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തുമ്പോൾ H സലാമിനെ അടക്കം പരോക്ഷമായി അമ്പലപ്പുഴ അംഗം എന്നൊക്കെ പറഞ്ഞ് H സലാമിനെ അടക്കം പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, പാർട്ടി ക്രിമിനൽ ഗ്യാങ് എന്ന പേരിലൊക്കെയുള്ള ചില പരാമർശങ്ങൾ അതൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് ആലപ്പുഴ പാർട്ടി ഔദ്യോഗിക പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയ ഒരു സംഭവമാണ്. പിന്നാലെയാണ് സജി ചെറിയാന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത്. സജി ചെറിയാൻ ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യം പാർട്ടിയുമായി സഹകരിച്ചു പോകണം, എല്ലാം തുറന്ന് സംസാരിക്കണം. ജി സുധാകരനെ ചേർത്തു പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ ചേർത്തു പിടിക്കാതെ സമവായ ശ്രമത്തിലേക്കുള്ളൊരു നീക്കമൊക്കെയാണ് അന്ന് കഴിഞ്ഞ ദിവസം സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് ജി സുധാകരന് അതിൽ പാർട്ടിയുടെ സീനിയർ നേതാവായിട്ടുള്ള ജി സുധാകരനെ ചൊടിപ്പിച്ച കാര്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ സൈബർ അധിക്ഷേപങ്ങളെ പൂർണ്ണമായും തള്ളാൻ സജി ചെറിയാൻ എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് ഇന്ന് സജി ചെറിയാന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം സജി ചെറിയാനെതിരെ നടപടിയെടുക്കണം. കാരണം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തനിക്ക് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് സജി ചെറിയാൻ എങ്ങനെ പറയാൻ കഴിയും എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ വിമർശനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. സജി ചെറിയാനെ വിമർശിക്കുന്നതിലൂടെ ആലപ്പുഴ പാർട്ടിയെ ഒന്നാകെ വിമർശിക്കുകയാണ് ജി സുധാകരൻ എന്നുള്ള കാര്യവും വ്യക്തവുമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ ഇപ്പോൾ സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹത്തിന്റെ പ്രതികരണം വരും. ജി സുധാകരനെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരനെ ഇനിയും കൂടുതൽ പ്രവോക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാടായിരിക്കാം CPM തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മയപ്പെട്ട പ്രതികരണം സജി ചെറിയാന്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നത്തെ ഷഫീദ് ഇപ്പോൾ ഈ മൂന്നാം LDF സർക്കാർ എന്നുള്ള തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഉറപ്പാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അപ്പോഴാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അമ്പലപ്പുഴയിൽ എങ്ങനെ ജയിക്കും, മൂന്നാം പിണറായി സർക്കാർ വരണ്ടേ, അതിനെങ്ങനെ അത് വരാൻ കഴിയും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെ എങ്ങനെയായിരിക്കും നേതൃത്വം ഈ പ്രതിസന്ധിയെ മറികടക്കുക? ഒരു അനുനയ നീക്കം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ സംസ്ഥാന നേതൃതലത്തിൽ തന്നെ, ഷഫീദ്? ഉന്മേഷ്, നിലവിലത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ആലപ്പുഴയിൽ ജി സുധാകരനെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മുൻപ് നിലപാടെടുത്തതാണ്. മാത്രമല്ല, ആലപ്പുഴയിലെ പാർട്ടിക്കകത്ത് മറ്റു ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ട മറ്റു ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള വിലയിരുത്തൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഈ അമ്പലപ്പുഴ വിഷയമടക്കം ജി സുധാകരൻ തന്നെ ഉന്നയിക്കുമ്പോൾ അതൊരു പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കാലം ആവർത്തിക്കുകയും അവിടെ പാർട്ടിക്ക് ഒരു നഷ്ടമുണ്ടാവുകയും ചെയ്യാൻ നിലവിൽ ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജി സുധാകരനെ പരമാവധി അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം അതുണ്ടാകും. പക്ഷെ അപ്പോഴും സജി ചെറിയാനെതിരെ, അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ ഇന്ന് ജി സുധാകരൻ നടത്തിയ വിമർശനങ്ങൾ അത് ഈ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു പടി കൂടി കടന്ന് ജി സുധാകരനെ സജി ചെറിയാനെ വ്യക്തിപരമായി വെല്ലുവിളിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു വ്യക്തിപരമായ ഫൈറ്റ് ഒരിക്കലും പാർട്ടി അനുവദിക്കില്ല. മാത്രമല്ല, അങ്ങനെ ഒരു വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്ന് അത് പാർട്ടിക്കുള്ളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പാർട്ടി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പൊതുവെ ഉള്ള ആ ഒരു വിമത സ്വരവും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനെ കൂടുതൽ വഷളാക്കാൻ പാർട്ടി ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.